തെരഞ്ഞെടുപ്പിന് ശേഷവും വടകരയിൽ വാക്പോര് തുടരുകയാണ്. കാഫിറിന് വോട്ട് ചെയ്തെന്ന് വടകരയിൽ UDF പ്രചരിപ്പിച്ചുവെന്നാണ് LDF സ്ഥാനാർത്ഥി കെ ശൈലജയുടെ ആരോപണം. UDF സ്ഥാനാർത്ഥി ഈ പ്രചരണത്തെ നിഷേധിച്ചില്ലെന്നും LDF സ്ഥാനാർത്ഥി കെ ശൈലജ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാഫിറിന് വോട്ട് ചെയ്തതെന്നടക്കം എഴുതി പ്രചരിപ്പിച്ചിട്ട് എന്ത് സൗമ്യമായിട്ടാണ് പറയുന്നത്. വർഗീയ ധ്രുവീകരണം വന്നു എന്നുള്ളത് അല്ലേ? നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. നിശ്ചയിച്ചിട്ട് കണ്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ? ഇതുവരെ നമ്മുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ? ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇലക്ഷന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പോസ്റ്റർ ഇട്ടോ? ആ പോസ്റ്റ് ഇട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്ര ധാർമ്മികതയുണ്ടെങ്കിൽ പറയണ്ടേ? നമ്മുടെ ഒരു ധാർമ്മിക നിലവാരം എന്താണെന്നുള്ളതാണ്. എന്താ വിചാരിച്ച് ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗം ആകെ കാഫിറിന് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്യാണ്ടിരിക്കുന്ന ആളുകളാണെന്ന് ധരിച്ചു അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യലല്ലേ അത്? ആരോപണത്തിൽ രൂക്ഷ വിമർശനവുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തി. വ്യാജ തെളിവ് വെച്ച ഒരാളെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് തരം താഴ്ന്ന നടപടിയാണെന്ന് ഷാഫി കുറ്റപ്പെടുത്തി. എന്നെ സത്യം പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി തരം താഴ്ന്ന നിലയിലുള്ള കമന്റുകൾ പറയുന്നത്. തീർത്തും ഫേക്ക് ആയിട്ടുള്ള ഒരു സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ ഞാൻ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനല്ല. ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിന്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതിനെ തള്ളി പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും CPM ആണ്. അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട, എതിർ സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്ന് പറയേണ്ടിയിരുന്നതിന് പകരം കാഫിർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല. കാഫിർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ്. അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറഞ്ഞില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? PS രഞ്ജിത്ത് നൽകും വിവരങ്ങൾ. രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് വരെ, അതായത് വോട്ടെടുപ്പ് വരെ സൈബർ ആക്രമണമായിരുന്നു പ്രധാന ചർച്ചയെങ്കിൽ ഇപ്പോൾ അത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഈ വോട്ടെടുപ്പിന് ശേഷവും വടകരയിലെ വാക്പോര് അവസാനിക്കുന്നില്ലല്ലോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. അത് CPM കേന്ദ്രങ്ങളിൽ ചിലയിടത്തൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു, ചിലരത് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ ആണ് നമ്മളോട് ഈ പോളിംഗ് കഴിഞ്ഞ ശേഷമാണ് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തുനിന്ന് UDFന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അത് മാത്രമല്ല കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായി എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ഇന്ന് ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയും ചെയ്തു. ഷാഫി പറയുന്നത് അതൊരു വ്യാജ സ്ക്രീൻഷോട്ടായിരുന്നു. ലീഗ് നേതൃത്വം പോലും അറിയാതെ ലീഗുകാരുടെ പേരിൽ, പ്രാദേശിക ലീഗുകാരുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ഒരു വ്യാജ സ്ക്രീൻഷോട്ട്, അത് വ്യാജമാണ് എന്നും അത്തരത്തിലുള്ള വ്യാജ സ്ക്രീൻഷോട്ടുകളിൽ പെട്ടുപോകരുത് എന്നും UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ട് പോലും ആ വ്യാജ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ വർഗീയവാദിയാക്കാനാണ് കെ ശൈലജ ശ്രമിച്ചത് എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഒരാൾക്കെതിരെ മറ്റെന്ത് ആരോപണം ഉന്നയിക്കുമ്പോഴും കുഴപ്പമില്ല, പക്ഷേ വർഗീയവാദിയായി ചിത്രീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാഫർ എന്ന പദപ്രയോഗമൊക്കെ നടത്തിക്കൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഷാഫി പറമ്പിലിൻ്റെ മറുപടി. ഏതായാലും വടകരയിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് ഏത് മുന്നണിയാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ്. കാരണം ഷാഫി പറമ്പിൽ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫി പറമ്പിലിന് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെടും എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എതിർ വോട്ടുകൾ കെ ശൈലജയ്ക്ക് അനുകൂലമാകേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെ ആകും എന്നുള്ളൊരു നിലപാടും വന്നു. അത്തരത്തിലൊരു പ്രചാരണം സംഭവിച്ചപ്പോഴാണ് ഈ കാഫിർ പ്രയോഗവും ആ കാഫിർ പ്രയോഗം നടത്തിക്കൊണ്ടുള്ള സ്ക്രീൻഷോട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണ് എന്ന് കാണിച്ചുകൊണ്ട് UDF പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ചില CPM പ്രാദേശിക നേതാക്കളൊക്കെ ഇത് പ്രചരിപ്പിക്കുകയും ഇത് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് പിൻവലിക്കുന്നു. ഏതായാലും UDFന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രചാരണം ഉണ്ടായി എന്ന ആരോപണത്തിൽ കെ ശൈലജ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വ്യാജ തെളിവ് വെച്ച് ഒരാളെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് തരം താഴ്ന്ന നടപടിയാണെന്നാണ് ഷാഫി പറമ്പിൽ നിലപാടെടുത്തിരിക്കുന്നത്.